Hello everyone, welcome to Brilliant EduTech, the best solution ever. ഇന്നത്തെ PYQ പവർ സീരീസിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് COVID-19 എന്ന് പറയുന്ന ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ചില ചോദ്യങ്ങളാണ്. നമ്മുടെ ചാനൽ പുതുതായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ മറക്കാതെ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. കൂട്ടുള്ള ബെൽ ബട്ടൺ അമർത്തുക, അതിൽ ഓൾ എന്നുള്ള ഓപ്ഷനും എനേബിൾ ചെയ്യുക. അപ്പോഴാണ് ഇതുപോലുള്ള വീഡിയോസ് നമ്മൾ പോസ്റ്റ് ചെയ്യുമ്പോൾ ഉടൻ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. ട്രീറ്റ്മെന്റ് ഓർഗനൈസർ ഗ്രേഡ് 2 എക്സാമിന് വേണ്ടിയിട്ടുള്ള ഏറ്റവും പുതിയ കോഴ്സ് നമ്മൾ 6ാമത്തെ ബാച്ചായിട്ട് ജൂലൈ മാസം 1 മുതൽ ലോഞ്ച് ചെയ്യാണ്. താല്പര്യമുള്ള സ്റ്റുഡൻസ് പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്ത് വിത്ത് റിവിഷൻസ് നിങ്ങളുടെ സ്റ്റഡി പ്ലാൻ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. കൃത്യമായ അസസ്മെന്റോട് കൂടി റെക്കോർഡഡ് ക്ലാസ്സസോട് കൂടി നമുക്ക് പഠിക്കാം. നിങ്ങൾക്ക് കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള PDF നോട്ട്സ്, ഫ്ലാഷ് കാർഡ്സ്, ടോപ്പിക് വൈസ് ക്വസ്റ്റ്യൻ ബാങ്ക്, അതുപോലെ എക്സ്ട്രാ MCQs, റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻസ് എല്ലാം തന്നെ ഈ ഒരു കോഴ്സിൽ അവൈലബിൾ ആണ്. കോഴ്സിനെ കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് നമ്മുടെ വാട്സ്ആപ്പ് നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. 9995264596 ആണ് നമ്പർ. കോൺടാക്ട് ചെയ്ത് നിങ്ങൾക്ക് വേണ്ട ഡീറ്റെയിൽസ്, ഡൗട്ട്സ് എന്ന് തന്നെയാണെങ്കിലും ക്ലിയർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ആൻഡ് ടോട്ടൽ കോസ്റ്റ് ഫീ വരുന്നത് ടോട്ടലി നമുക്ക് ടിൽ യുവർ എക്സാം ഡേറ്റ് 599 മാത്രമാണ്. ഈ ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന എല്ലാ ഉദ്യോഗാർത്ഥികളും കൃത്യമായിട്ട് പഠിച്ചു തുടങ്ങാനായിട്ടും റിവിഷൻസ് ചെയ്യാനായിട്ടും ശ്രദ്ധിക്കുക. ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ പ്രിപ്പറേഷൻ. ടോപ്പിക്കാണ് COVID-19. അതിലെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമ്മുടെ സിലബസിൽ ബൈ ഡയറക്ഷണൽ സ്ക്രീനിങ് ഓഫ് കോവിഡ് ആൻഡ് TB എന്ന് പറഞ്ഞ ടോപ്പിക് ഉണ്ട്. അതുപോലെ പോസ്റ്റ് കോവിഡ് ലങ് ഡാമേജ് എന്ന് പറയുന്ന വേറൊരു ടോപ്പിക് ഉണ്ട്. ഈ ഒരു ടോപ്പിക്കായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് കോവിഡിനെ പറ്റിയിട്ടുള്ള പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്പം അതുകൊണ്ട് കോവിഡുമായി ബന്ധപ്പെട്ടുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. നെയിം എ ക്ലിനിക്കൽ ട്രയൽ ഇൻ വിച്ച് blood is transfused from recovered COVID-19 patients to coronavirus patient who is in critical condition. ഏതാണ് ആ ക്ലിനിക്കൽ ട്രയൽ? എവിടെയാണ് റിക്കവേർഡ് ആയിട്ടുള്ള COVID-19 പേഷ്യന്റിൽ നിന്നും കൊറോണ വൈറസ് പേഷ്യന്റിലേക്ക് ഈ ഒരു ട്രാൻസ്ഫ്യൂഷൻ നടക്കുന്ന ആ ഒരു ക്ലിനിക്കൽ ട്രയൽ എന്ന് പറയുന്നത്? ഉത്തരം ഏതാണ്? താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. പ്ലാസ്മ തെറാപ്പിയാണ്. എന്താണ്? പ്ലാസ്മ തെറാപ്പിയാണ്. രണ്ടാമത്തെ ചോദ്യം അടുത്ത സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ചോദ്യമാണ്. ഹൗ ഡസ് കൊറോണ വൈറസ് ട്രാൻസ്മിറ്റ്? എങ്ങനെയാണ് കൊറോണ വൈറസ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്? വെൻ എ പേഷ്യന്റ് സ്നീസസ് ഓർ കഫ്, ഡ്രോപ്ലെറ്റ് സ്പ്രെഡ് ഇൻ എയർ ഓർ fall on ground and nearby surfaces. Option B, if another person is nearby and inhales the droplets or touches the surface and further touches his face, eyes or mouth, he or she can get the infection. മൂന്നാമത്തെ ഓപ്ഷൻ C, if distance is less than 1 meter from infected person. ഓപ്ഷൻ D, all of the above are correct. എന്താണ് ഉത്തരം? താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. എങ്ങനെയാണ്? ഓൾ ഓഫ് ദി എബോവ് ആണ് കറക്റ്റ്. എല്ലാ രീതിയിലൂടെയും കൊറോണ വൈറസ് ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. മൂന്നാമത്തെ ചോദ്യം, ഇൻ വിച്ച് ഏജ് ഗ്രൂപ്പ് ദ COVID-19 സ്പ്രെഡ്സ്? ഓപ്ഷൻ എ, COVID-19 occur in all age group. Option B, coronavirus infection is mild in children. Option C, older person and persons with pre-existing medical condition are at high risk to develop serious illness. ഏതാണ് ഉത്തരം? ഓപ്ഷൻ ഡി, ഓൾ ഓഫ് ദ എബോവ്. ഏതാണ് ഉത്തരം? കമന്റ് ചെയ്യുക. ഉത്തരം ഓൾ ഓഫ് ദി എബോവ് ആണ്. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. എല്ലാ ഓപ്ഷൻസും ശരിയാണ്. എങ്ങനെയാണ് എന്നുള്ളത്. നാലാമത്തെ ചോദ്യം, വാട്ട് ഡസ് ദ സ്ട്രക്ചർ ഓഫ് കൊറോണ വൈറസ് ലുക്ക് ലൈക്ക് വെൻ വ്യൂഡ് ഇൻ എ മൈക്രോസ്കോപ്പ്? മൈക്രോസ്കോപ്പിൽ കാണുമ്പോൾ കൊറോണ വൈറസിന്റെ സ്ട്രക്ചർ എങ്ങനെയാണ്? ഓപ്ഷൻ എ ക്രൗൺ, ഓപ്ഷൻ ബി റിംഗ്, ഓപ്ഷൻ സി ഫിഷ്, ഓപ്ഷൻ ഡി ലങ്. എന്താണ് ഉത്തരം? ഓപ്ഷൻ എ ക്രൗൺ ആണ് ശരിയായ ഉത്തരം വരുന്നത്. അഞ്ചാമത്തെ ചോദ്യം, വിച്ച് സ്റ്റേറ്റ് ബിക്കം ദ ഫസ്റ്റ് സ്റ്റേറ്റ് ടു ഡിക്ലെയർ കൊറോണ വൈറസ് ആസ് എപ്പിഡമിക്? ഏത് സ്റ്റേറ്റ് ആണ് കൊറോണ വൈറസിന് ആദ്യം എപ്പിഡമിക് എന്നുള്ള രീതിയിൽ ഡിക്ലെയർ ചെയ്യുന്നത്? ഏതാണ് ഉത്തരം? ഓപ്ഷൻ എ പഞ്ചാബ്, ഓപ്ഷൻ ബി രാജസ്ഥാൻ, ഓപ്ഷൻ സി ഹരിയാന, ഓപ്ഷൻ ഡി ഛത്തീസ്ഗഡ്. ഏതാണ് ഉത്തരം? ഓപ്ഷൻ സി ഹരിയാനയാണ്. ആറാമത്തെ ചോദ്യം, വാട്ട് ഡസ് VI ഇൻ വേർഡ് COVID-19 മീൻ? ഏതാണ്
ഓപ്ഷൻ എ കൊറോണ, ഓപ്ഷൻ ബി വൈറസ്, ഓപ്ഷൻ സി ഡിസീസസ്, ഓപ്ഷൻ ഡി 2019. ഏതാണ് ഉത്തരം? ഉത്തരം ഓപ്ഷൻ ബി വൈറസ് ആണ്. BI എന്ന് പറയുന്നത് വൈറസിനെയാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഇനി വാട്ട് ഈസ് ദ നെയിം ഓഫ് ടെസ്റ്റ് ഓഫ് കൊറോണ വൈറസ്? 7ാമത്തെ ചോദ്യമാണ്. ഏതാണ് കൊറോണ വൈറസിന്റെ COVID-19 ടെസ്റ്റിന്റെ പേര്? ഉത്തരം ഏതാണ്? ഓപ്ഷൻ എ എലൈസ, ഓപ്ഷൻ ബി RT-PCR, ഓപ്ഷൻ സി GFR ടെസ്റ്റ്, ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ്. ഏതാണ് ഉത്തരം? ഇനി വാട്ട് ഈസ് ദ നെയിം ഓഫ് ടെസ്റ്റ് ഓഫ് കൊറോണ വൈറസ്? 7ാമത്തെ ചോദ്യമാണ്. ഏതാണ് കൊറോണ വൈറസിന്റെ COVID-19 ടെസ്റ്റിന്റെ പേര്? ഉത്തരം ഏതാണ്? ഓപ്ഷൻ എ എലൈസ, ഓപ്ഷൻ ബി RT-PCR, ഓപ്ഷൻ സി GFR ടെസ്റ്റ്, ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ്. ഏതാണ് ഉത്തരം? COVID-19 എഫക്ട് ചെയ്യുന്ന ഹ്യൂമൻ ബോഡിയുടെ ഭാഗം ഏതാണ്? 8ാമത്തെ ചോദ്യമാണ്. ഓപ്ഷൻ എ ഹാർട്ട്, ഓപ്ഷൻ ബി ലങ്സ്, ഓപ്ഷൻ സി ബ്രെയിൻ, ഓപ്ഷൻ ഡി നൺ ഓഫ് ദിസ്. ഏതാണ് ഉത്തരം? ഉത്തരം ലങ്സ് ആണ്. ഓപ്ഷൻ ബി ആണ് ഉത്തരം വരുന്നത്. 9ാമത്തെ ചോദ്യം. വിച്ച് സ്റ്റേറ്റ് ബിക്കം ഫസ്റ്റ് സ്റ്റേറ്റ് ടു ലോക്ക്ഡൌൺ ഡ്യൂ ടു കൊറോണ വൈറസ്? ഓപ്ഷൻ എ രാജസ്ഥാൻ, ഓപ്ഷൻ ബി പഞ്ചാബ്, ഓപ്ഷൻ സി ഉത്തരാഖണ്ഡ്, ഓപ്ഷൻ ഡി ഗുജറാത്ത്. ഏതാണ് ഉത്തരം വരുന്നത്? ഓപ്ഷൻ എ രാജസ്ഥാൻ ആണ് ഫസ്റ്റ് സ്റ്റേറ്റ് ടു ലോക്ക്ഡൌൺ ഡ്യൂ ടു കൊറോണ വൈറസ്. 10ാമത്തെ ചോദ്യം. ഹൗ മെനി ഡേയ്സ് റിമെയിൻ ടോട്ടൽ കൊറോണ വൈറസ് ലോക്ക്ഡൌൺ ഫേസ് 1, ഫേസ് 2 ആൻഡ് ഫേസ് 3? എത്ര ദിവസം ഉണ്ടായിരുന്നു ടോട്ടൽ ആയിട്ട് എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻ എ 45, ഓപ്ഷൻ ബി 50, ഓപ്ഷൻ സി 54, ഓപ്ഷൻ ഡി 61. ഏതാണ് ഉത്തരം? താഴെ കമന്റ് ചെയ്യൂ. ഉത്തരം ഓപ്ഷൻ സി 54 ഡേയ്സ് ആണ്. എത്രയാണ്? 54 ദിവസമാണ്. 11ാമത്തെ ചോദ്യം. ഹൗ മെനി ഡേയ്സ് റിമെയിൻഡ് കൊറോണ വൈറസ് ലോക്ക്ഡൌൺ ഫേസ് 3? ഫേസ് 3 എത്ര ദിവസം ഉണ്ടായിരുന്നു? ഓപ്ഷൻ എ 10, ഓപ്ഷൻ ബി 12, ഓപ്ഷൻ സി 14, ഓപ്ഷൻ ഡി 16. ഏതാണ് ഉത്തരം വരുന്നത്? 14 ആണ് ഉത്തരം വരുന്നത്. എത്രയാണ്? ഓപ്ഷൻ സി 14 ആണ് ലോക്ക്ഡൌൺ ഫേസ് 3യിലെ ദിവസങ്ങൾ എന്ന് പറയുന്നത്. 12ാമത്തെ ചോദ്യം. ഹൗ മെനി ഡേയ്സ് റിമെയിൻഡ് കൊറോണ വൈറസ് ലോക്ക്ഡൌൺ ഫേസ് 2? ഫേസ് 2 എത്ര നാളുണ്ടായിരുന്നു? ഓപ്ഷൻ എ 19, ഓപ്ഷൻ ബി 20, ഓപ്ഷൻ സി 21, ഓപ്ഷൻ ഡി 22. എത്രയാണ് ലോക്ക്ഡൌൺ ഫേസ് 2ന്റെ ദിവസങ്ങൾ എന്ന് പറയുന്നത്? ഓപ്ഷൻ എ 19 ആണ്. ഇനി ലോക്ക്ഡൌൺ ഫേസ് 1ൽ എത്ര ദിവസങ്ങൾ ഉണ്ടായിരുന്നു? ഓപ്ഷൻ എ 19, ഓപ്ഷൻ ബി 20, ഓപ്ഷൻ സി 21, ഓപ്ഷൻ ഡി 22. എത്രയാണ് ഉത്തരം വരുന്നത്? ഓപ്ഷൻ സി 21 ആണ് ഉത്തരം വരുന്നത്. വെൻ ഇന്ത്യൻ ഗവൺമെന്റ് അനൗൺസ്ഡ് കൊറോണ വൈറസ് ലോക്ക്ഡൌൺ ഫേസ് 1? എപ്പോഴാണ്? ഓപ്ഷൻ എ മാർച്ച് 22, 2020 മുതൽ 11 ഏപ്രിൽ 2020 വരെ. ഓപ്ഷൻ ബി 23 മാർച്ച് 2020 മുതൽ 12 ഏപ്രിൽ 2020 വരെ. ഓപ്ഷൻ സി 24 മാർച്ച് 2020 മുതൽ 13 ഏപ്രിൽ 2020 വരെ. ഓപ്ഷൻ ഡി 25 മാർച്ച് 2020 മുതൽ 14 ഏപ്രിൽ 2020 വരെ. എത്രയാണ് ഇതിനകത്ത് ഏതാണ് ശരിയായ ഉത്തരം എന്ന് കമന്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഉത്തരം ഏതാണ്? 14ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ ഡി മാർച്ച് 25, 2020 മുതൽ 14 ഏപ്രിൽ 2020 വരെയാണ്. 15ാമത്തെ ചോദ്യം. ഓൺ വിച്ച് ഡേ ഈസ് പബ്ലിക് കർഫ്യൂ, ജനതാ കർഫ്യൂ ഇമ്പോസ്ഡ് ഡ്യൂ ടു കൊറോണ വൈറസ്? ഏതാണ്? ഓപ്ഷൻ എ 2020 മാർച്ച് 22, ഓപ്ഷൻ ബി 2020 മാർച്ച് 23, ഓപ്ഷൻ സി 24 മാർച്ച് 20, ഓപ്ഷൻ ഡി 20 മാർച്ച് 20. ഉത്തരം ഓപ്ഷൻ എ 22 മാർച്ച് 20 ആണ്. 16ാമത്തെ ചോദ്യം. ഇൻ വിച്ച് ഇന്ത്യൻ സ്റ്റേറ്റ് ഹാസ് ഫുൾ കർഫ്യൂ ബീൻ ഇമ്പോസ്ഡ് ഡ്യൂ ടു കൊറോണ വൈറസ് ഇൻ ദ ഫസ്റ്റ് ടൈം? എവിടെയാണ്? ഓപ്ഷൻ എ പഞ്ചാബ്, ഓപ്ഷൻ ബി ഹരിയാന, ഓപ്ഷൻ സി രാജസ്ഥാൻ, ഓപ്ഷൻ ഡി കേരള. ഉത്തരം പഞ്ചാബ് ആണ്. 17ാമത്തെ ചോദ്യം. വാട്ട് ഈസ് ദ നെയിം ഗിവൺ ബൈ സയന്റിസ്റ്റ് ടു കൊറോണ വൈറസ് ബിഫോർ വുഹാൻ സിറ്റി? ഓപ്ഷൻ എ ചൈന വൈറസ്, ഓപ്ഷൻ ബി SARS-CoV-2, ഓപ്ഷൻ സി COVID-19, ഓപ്ഷൻ ഡി നൺ ഓഫ് ദിസ്. ഏതാണ് ഉത്തരം? ഉത്തരം ഓപ്ഷൻ ബി SARS-CoV-2 ആണ്. 8ാമത്തെ ചോദ്യം. വാട്ട് ഈസ് ദ നെയിം ഗിവൺ ടു ഡിസീസ് കോസ്ഡ് ബൈ കൊറോണ വൈറസ് സ്പ്രെഡ് ഇൻ വുഹാൻ സിറ്റി? ഏതാണ് കൊറോണ വൈറസ് ഉണ്ടാക്കിയ ആ ഒരു ഡിസീസിന്റെ പേര് എന്ന് പറയുന്നത്? ഉത്തരം ഓപ്ഷൻ എ COVID-19 ആണ്.
കോവിഡുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്യണം എന്നുള്ളത് സ്റ്റുഡൻറ്റ് റിക്വസ്റ്റ് ചെയ്ത ഒരു വീഡിയോ ആണ്. നിങ്ങൾക്ക് ഇതുപോലെ ഏതെങ്കിലും ടോപ്പിക്കിൻ്റെ ട്രീറ്റ്മെൻറ്റ് ഓർഗനൈസറെ ബന്ധപ്പെട്ട് ഏതെങ്കിലും ടോപ്പിക് റിക്വസ്റ്റ് ഉണ്ടെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങളോ അല്ലെങ്കിൽ ഏതെങ്കിലും ക്ലാസ്സുകളോ ആവശ്യമായിട്ടുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അതനുസരിച്ച് നമ്മൾ വീഡിയോസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു പ്രിപ്പറേഷൻ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ എക്സാം. താങ്ക് യു.